അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. രാവിലെ എണിച്ചതും ഭയങ്കര പത്തപ്പാടിലാണ് അല്ലേ. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ വ്ലോഗിൽ പറയാം. ഞാൻ ഈ റീസെൻ്റായിട്ട് ഒരു കോഴ്സിൽ ജോയിൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലാസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ചായയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചായി ജോയിൻ ചെയ്തിട്ട് കുറേ ആൾക്കാരുടെ ഫീഡ്ബാക്കൊക്കെ കേട്ടിട്ടാണ് ഞാൻ അതിൽ ജോയിൻ ആക്കിയത് കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നോട് പലരും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ കേട്ടോ. +2 ഒക്കെ കഴിഞ്ഞിട്ട് പഠനം കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ. ഇനിയിപ്പോൾ പഠിച്ചാൽ ജോബിന് പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ. സ്വന്തമായിട്ടൊരു ഇൻകം, അത് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയൊരു ആഗ്രഹം തന്നെ ആയിരിക്കില്ലേ. വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ റെഡി ആയവർ ഒരുപാട് പേരുണ്ട്. അതേപോലെ കുഞ്ഞുനാളിലൊക്കെ നമ്മളോട് എന്താവണം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയുന്ന ഒരു ആൻസർ ടീച്ചർ ആവണം എന്നല്ലേ. എന്നെപ്പോലെ ടീച്ചർ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നവർ ഒരുപാട് പേരുണ്ട് അല്ലേ. പക്ഷെ പാതി വഴിയിൽ വെച്ച് പഠനം നിന്ന് പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഹെൽപ്പ് ആവും കേട്ടോ. എന്നെപ്പോലുള്ള വീട്ടമ്മമാർ എപ്പോഴും ഉള്ളൊരാഗ്രഹം സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഇൻകം വേണമെന്ന്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. ഇതിനെല്ലാം വേണ്ടത് എന്താ? പൈസ. ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡുമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ. എന്തായാലും ടീച്ചിങ്ങിന് താല്പര്യമുള്ളവർ ഒരുപാട് പേര് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ജോബ് നോക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല അല്ലേ. ഇനിയിപ്പോൾ ഈ ചായ എല്ലാം കുടിച്ചിട്ട് വേണം എനിക്ക് അതൊന്നും പോയി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. മാം, കുറച്ച് എൻകറേജിങ് വേർഡ്സ് എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ക്ലാസ് റൂമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഇന്റർവെല്ലിൻ്റെ ECPC മോണ്ടിസോറി കോഴ്സ് കേട്ടോ. ഇത് +2 കഴിഞ്ഞവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 1 ഇയർ കോഴ്സായിട്ടാണ് അവർ പ്രൊവൈഡ് ആക്കുന്നത്. 6 മന്ത് ക്ലാസ്സും 6 മന്ത് പ്രൊഫഷൻ സ്കില്ലിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ട്രെയിനിങ് ആണ് അവിടെ പ്രൊവൈഡ് ആക്കുന്നത്. സോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള സീഡ് സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇന്റർവെല്ലിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് ജോബ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇനി പുറത്തു പോയി ജോബ് ചെയ്യാൻ ഈ ഒരു സീഡ് സർട്ടിഫിക്കറ്റ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും കേട്ടോ. ഈ ഒരു കോഴ്സിലൂടെ തന്നെ ചൈൽഡ് സൈക്കോളജിസ്റ്റ് കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. ECPC ബുക്സും പ്രൊവൈഡ് ആക്കുന്നുണ്ട്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടീച്ചർ ആവാ എന്നതിലുപരി നമുക്ക് നല്ലൊരു പാരന്റ് ആകാൻ സാധിക്കും. കുട്ടികളെ പഠിപ്പിക്കാനും അവരെ എത്രത്തോളം ഇൻട്രസ്റ്റ് ആയിട്ട് അതിലോട്ട് അറ്റൻഷൻ ആക്കാനും ഒക്കെ ആയിട്ടുള്ള ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ ലിറ്റിൽ ജീനി കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിൽ കുട്ടികൾ ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. ആ ആക്റ്റീവായിട്ട് അവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓരോ ആൾക്കാരും എത്രത്തോളം ECPC കോഴ്സ് കൊടുത്ത് ട്രെയിൻ ചെയ്തിട്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ആ ലിറ്റിൽ ജീനി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഇവരുടെ മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണ് കേട്ടോ. എന്തായാലും ഒരിക്കലും നിങ്ങൾക്ക് ക്യാഷ് വേസ്റ്റ് ആവില്ല. ഒരു 1 അവർ സമയം മാത്രം മതി. നമ്മൾ എത്രയോ സമയം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി റീലും കണ്ട് വേസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ലേ. 24 മണിക്കൂറൊന്നും നമ്മൾ എന്തായാലും ബിസി ആയിരിക്കില്ലല്ലോ. നമ്മുടെ 24 മണിക്കൂറിൽ നിന്ന് 1 അവർ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടീച്ചർ ആവാൻ പറ്റും കേട്ടോ. ഈ ഒരു ECPC കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കോൺവെക്കേഷൻ ക്ലാസ്സും സെറമണീസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവരുടെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ മക്കൾ ഈ ഇൻ്റർവെൽ കോഴ്സ് അറ്റൻഡ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ ആ വഴിയാണ് ഞാൻ ഈ ഒരു ECPC കോഴ്സിനെ കുറിച്ച് അറിഞ്ഞതും. ഇവരുടെ യൂട്യൂബിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലുള്ള കുറേ വീഡിയോസ് ഞാൻ കണ്ടു. ഈ ഒരു കോഴ്സ് വഴി പോയിട്ട് അവർ ജോബായിട്ട് കയറിയതും അങ്ങനത്തെ കുറേ റിവ്യൂസ് ഞാൻ ഇവരുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അത്രയും വീട്ടിലിരുന്ന് പഠിച്ച് ജോബ് ചെയ്യാൻ പറ്റിയ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇവരുടെ ഈ ഒരു ECPC കോഴ്സ് എന്ന് പറയുന്നത്.
ഇതുപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് നമ്മളാരും അത് അങ്ങ് അറിയാറില്ല അല്ലേ. അതെല്ലാം കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവന്നത്. അതുപോലെ BEd ഒക്കെ കഴിഞ്ഞ് പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും കിട്ടാത്ത ജോബൊന്നും ഇല്ലാത്ത ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് 6 മന്തിൻ്റെ ഒരു ട്രെയിനിങ് കോഴ്സൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രീകെജി മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് ഇവർ 1 അവർ ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നേരെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അടുക്കളയിലോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇതാ എഗ്ഗൊന്ന് ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മോർണിംഗ് അധികം എഗ് വൈറ്റ് എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 3 എഗ്ഗൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു 2 എണ്ണം എഗ് വൈറ്റ് ആയിട്ടും 1 എണ്ണം ഫുൾ എഗ് ആയിട്ടും എടുക്കാം കേട്ടോ. ഫുള്ളും യെല്ലോ എടുക്കാണ്ടിരിക്കണ്ട, നമുക്ക് യെല്ലോയും നല്ലതാണ് കേട്ടോ എഗ്ഗിൻ്റെ. അങ്ങനെ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പും ഇച്ചിരി വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചത്. പിന്നെ നമ്മൾ വേഗം ഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. സൺഡേ പൊതുവേ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കുക്കിങ്ങിന് നിൽക്കാറ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം നിൽക്കാറ് കേട്ടോ. 8-9 മണിയാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് മതി. അപ്പം നമ്മൾ രാവിലെ ചായ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം നമുക്ക് കിട്ടുമല്ലോ. ആ സമയത്ത് നമ്മൾ വാഷിങ്ങിന് ഇതുപോലെ അടുക്കി പെറുക്കി വെക്കാൻ, മുറ്റടിച്ച് വരാൻ. പക്ഷെ ഇപ്പം മുറ്റടിച്ച് വരാൻ ബാക്കിലോട്ട് ഇറങ്ങാൻ ഒരു വഴിയില്ല. അവിടെ ഒരു നായ നമ്മുടെ വിറകിൻ്റെ അവിടെ കുട്ടികളും കൊണ്ട് വന്നേക്കുവാണ്. വേറെ എവിടെയോ അതായത് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പ്രസവിച്ചത്, പക്ഷെ കുറച്ച് അപ്പുറത്തായിട്ടാണ്. അതിപ്പോൾ വിറകിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനേ വഴിയില്ല കേട്ടോ. തേങ്ങ അടക്കം എടുക്കാൻ പോകാൻ വഴിയില്ല. അത് കുരച്ചിട്ട് ആകെ പേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം റിഹാൻ വന്നിട്ട് ജിനിമ അവിടുന്ന് നായിൻ്റെ സൗണ്ട് കേൾക്കണു, കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേൾക്കണു പറഞ്ഞിട്ട് വന്നു. അപ്പം ഞാൻ എവിടെടാ എന്നും പറഞ്ഞ് വടിയൊക്കെ എടുത്തിട്ട് ഞാനും അവനും കൂടിയും പോയി അവിടെ എത്തിയതും കുറച്ചതും ഞങ്ങളവിടെ വഴി കൂടെ പുല്ല് മുളക്കൂല, അമ്മാതിരി ഓട്ടായിരുന്നു കേട്ടോ. അത് എന്താ പറയുക, എപ്പോഴും ആലോചിക്കുമ്പോൾ ചിരിയ തന്നെ വരുന്നത്. അങ്ങനെ അവിടെ എത്ര കുട്ടികളുണ്ടോയെന്നൊന്നും അറിയില്ല. കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, 2 വലിയ നായ്ക്കളും ഉണ്ട്. അത് കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെ കണ്ടാലും കുരയ്ക്കണു. തുണികളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി ഇടാൻ തന്നെ പേടിയാണ്. പിന്നെ ഒരു ധൈര്യത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയി തുണികളൊക്കെ ഇട്ടിട്ട് വരികയാണ്. അതുപോലെ വേസ്റ്റ് കൊട്ടാൻ പോകാനും പേടിയാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ പോയി വേസ്റ്റും കൊട്ടിയിട്ട് വരും. ഇപ്പൊ ഞാൻ പറഞ്ഞു ആ നായ പോവാണ്ട് ഇവിടെ തേങ്ങ അരച്ച കറി ഉണ്ടാക്കൂല പറഞ്ഞിരിക്കാണ് കേട്ടോ. കാരണം എനിക്ക് പേടിയാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. നായ്ക്കളിനെ പണ്ടേ പേടിയാണ്. ആദ്യമൊക്കെ തൊട്ടാൽ നമുക്കത് പ്രയാസമല്ലേ എന്നുള്ളൊരു പേടി. പക്ഷെ ഇപ്പം അത് കടിച്ചാലോ അടച്ചോനെ. അപ്പോൾ ഇക്കാനോട് തേങ്ങ പൊളിച്ചു തരാൻ പറഞ്ഞിട്ട് ഇക്ക പോയതാണ് കേട്ടോ. പക്ഷെ അവിടെ പോയി നമുക്ക് തേങ്ങ എടുക്കാൻ വഴിയില്ല. തെങ്ങിൻ്റെ ചോട്ടിൽ വീണ തേങ്ങ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് പൊളിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങ പൊളിച്ചു തന്നു കേട്ടോ. പക്ഷേ മറ്റേത് ഒരു രക്ഷയില്ല. എന്ത് ചെയ്യണമെന്ന് നമുക്ക് തന്നെ അറിയണില്ല കേട്ടോ, എന്താ ഇനി ചെയ്യാന്നുള്ളത്. അത്രയും ഇതാണ്. ഒരു ദിവസം ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട്, തുണി ഉണങ്ങാനിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയി. നായ അവിടെ തന്നെ നിന്ന് എന്നെ നോക്കുക. ഞാനെങ്ങാനും ആ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടേ അത് നോക്കിക്കൊണ്ടേ നിൽക്കുക. ഞാൻ അതിന് നോക്കിയിട്ട് തുണികൾ ഉണങ്ങാനിട്ടുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടി. പക്ഷെ അതിന് കാണിക്കാൻ പറ്റുമോ ഞാൻ പേടിച്ചിട്ട് അവിടെ നിൽക്കണമെന്നുള്ളത്. അപ്പോൾ പിന്നെ വേഗം തുണികളൊക്കെ ഉണങ്ങാനിട്ട് ഉള്ളിലേക്ക് കയറും. നമ്മൾ പഠിച്ചു വരാൻ പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനിയിപ്പോൾ അഥവാ ഇറങ്ങിയാലും ആ ഭാഗത്തേക്ക് പോകാനേ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി അടിച്ച് വാരലൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഇതാ എഗ്ഗ് പുഴുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ദിവസം നമ്മൾ വീട്ടിലെല്ലാവരും ഓരോ എഗ്ഗ് കഴിക്കുന്നുണ്ട്. ഓരോ എഗ്ഗ് ഡെയിലി കഴിച്ചാൽ നമുക്ക് അത്രയും ഗുണമാണ്. ഹെയർ ലോസിന് നല്ലതാണ്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. റിഹാനക്ക് ഞാൻ 2 എഗ്ഗ് കൊടുക്കും, ചിലപ്പോൾ 3 എഗ്ഗ് കൊടുക്കും. അയാൻക്ക് ഇക്ക കഴിക്കണമെന്നും പറഞ്ഞിട്ട് അവന് വാശി പിടിച്ചിട്ട് 2 എണ്ണം കഴിക്കും. അയാൻക്ക് ശരിക്കും 1 കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ ഇക്കാക്ക് എന്താ 3 എണ്ണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരികയാണ് കേട്ടോ.
ഇക്ക ജിമ്മിൻ്റെ പോണോണ്ടാണ് ഞാൻ കൊടുക്കണത് എന്നുള്ളത് അവന് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ 3 കൊടുക്കും. പിന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെ എഗ്ഗ് യെല്ലോയും അവർ തന്നെയാണ് കഴിക്കുന്നത്. എനിക്ക് പേടിയാണ് ഇത്രയൊക്കെ കൊടുക്കാൻ. പിന്നെ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് കൊടുക്കണമെന്ന് മാത്രം. അങ്ങനെ അവൻ കുറച്ച് പ്രൊവിഷൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. റോബസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ അരിയും കുറച്ച് വലിയ ഉള്ളി. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇന്ന് ഗാർലിക് ചിക്കൻ റൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ സമയം കിട്ടിയില്ല. നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കണം പറഞ്ഞിട്ട് പാതി മസാല കൂട്ടി വെച്ചു കേട്ടോ ഞാൻ അവിടെ. പക്ഷെ സത്യം പറയാലോ, എനിക്കത് ഫിനിഷ് ആക്കാനേ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആ പാതി മസാല കൂട്ടിയതും ഈ വ്ളോഗിൽ കാണിക്കുന്നില്ല. അത് ഞാൻ ഫിനിഷ് ആക്കിയിട്ട് ഇടുന്ന വ്ളോഗിൽ കാണിക്കാം. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ കുക്കിങ്ങിനുള്ള മൂഡൊക്കെ അങ്ങ് പോയിട്ടോ. രാവിലെ നമ്മൾ കുറേ കുക്ക് ചെയ്യും, പക്ഷേ ഈ രാത്രിയും കുക്ക് ചെയ്യൽ ഭയങ്കര ടാസ്ക്കാണ് അല്ലേ. ഒന്നുമില്ലെങ്കിൽ രാത്രി മാത്രം കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ മാത്രം കുക്ക് ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ ഫ്രീ ടൈം ഉണ്ട്. മറ്റേ 3 നേരം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ ആരെങ്കിലും വരിക എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ മടിയില്ലാണ്ട് അങ്ങ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങാ ചട്നി അരച്ചു. ഇക്കാക്കൊരു തേങ്ങ കിട്ടിയപ്പം വേഗം എനിക്കത് എന്താ പറയുക പൊളിച്ച് തന്നു. പിന്നെ എന്താ ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ തേങ്ങാ ചട്നി അരയ്ക്കുന്നത്. പിന്നെ മുളക് ചട്നി അരയ്ക്കണം കേട്ടോ നമുക്ക്. പിന്നെ നമ്മളോട് എന്താ ഗ്യാസിൻ്റെ ഇത് മാറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ഇതുപോലെ എന്തെങ്കിലും കുക്കിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ആ ടേബിൾ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് അങ്ങനെ കുക്ക് ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇതാ ചട്നി ആയി കഴിഞ്ഞു. അത് ഞാൻ താളിച്ചെടുക്കണം. നമ്മളിപ്പോൾ കറിവേപ്പില ഇല്ലാണ്ടിയാണ് താളിക്കുന്നത്. എൻ്റെ ഒരു അവസ്ഥ നോക്കിയേ, വീട് മൊത്തം കറിവേപ്പിലൻ്റെ ചെടികളുണ്ട്, പക്ഷെ എടുക്കാൻ പോവാൻ പേടിയായിട്ട്. എന്നെക്കാൾ പേടിയാണ് എൻ്റെ മക്കൾക്ക് കേട്ടോ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഓടിയൻ്റെ ആ ഒരു ഭാഗത്ത് പുല്ല് മുളയ്ക്കില്ല എന്ന്. അങ്ങനെ തന്നെയാണ് കേട്ടോ സംഭവം. അപ്പോൾ അയൻകുട്ടി ഈ സോയാ സോസും കൊണ്ടുപോകാൻ തന്നു, പിന്നെ കുറച്ച് മല്ലിയിലയും കൊണ്ടുപോകാൻ തന്നു. ഇവിടുന്ന് കിട്ടാത്തത് നമ്മൾ ഡെയിലി ഫ്രഷിൽ പോയിട്ട് മേടിക്കും. ഇവിടെ അടുത്ത് തന്നെയുള്ള ചെറിയൊരു വലിയ ഷോപ്പ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ പോയിട്ട് മേടിക്കും കേട്ടോ. ഇന്നലെ അയൻകുട്ടിയുടെ കുക്കിംഗ് ഒക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞു കുറേ പേര് ആ വ്ളോഗ് കാണാത്തവരുണ്ട്. ഇന്ന് പോയിട്ട് വേഗം പോയി കാണണം കേട്ടോ, കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ ചട്നിയൊക്കെ റെഡിയാക്കി ഇതാ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ചുടുവെള്ളം ആറിയതാണ് കേട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ചട്നി പിന്നെ ചൂടാക്കില്ല. അങ്ങനെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 പച്ചമുളകെങ്കിലും ഇട്ടിട്ട് താളിക്കുക എന്നുള്ളൊരു ഇതിലാണ് താളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ പച്ചമുളകിന് പകരം ചുവന്ന മുളക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താണ് മഴയുടെ അവസ്ഥ എന്താണ്? ഇവിടെ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് കുറച്ച് മഴ പെയ്തു. മഴ പെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ. ഞാൻ തൊടി ക്ലീൻ ആക്കിയാൽ അതിന് പിറ്റേ ദിവസം എന്തായാലും മഴ പെയ്യുന്നുണ്ട്. എന്നിട്ട് ക്ലീൻ ആക്കിയത് മൊത്തം പെട്ടെന്ന് തന്നെ കുഞ്ഞു പുല്ലുകൾ അങ്ങോട്ട് വരും. അപ്പോൾ ആ ചേച്ചി ക്ലീനാക്കി തന്ന ശേഷം ഞാനിങ്ങനെ അടിച്ചു വാരി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് പുല്ല് വരില്ല കേട്ടോ. പക്ഷെ ഇപ്പം അതല്ല അവസ്ഥ. ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേക്കും നമ്മുടെ തൊടിയിൽ നിറയെ പുല്ല് വന്നിട്ടുണ്ടാവും. കാരണം ഈ മഴ കാരണം എനിക്ക് അടിച്ചു വാരാൻ പറ്റാറില്ല. മഴയൊന്ന് വേഗം നിന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നുണ്ടില്ല ഇപ്പോൾ. കാരണം ഒരു വെറുപ്പിക്കുന്ന രീതിയിലുള്ള മഴയാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാണ്, ഒരു സുഖമുള്ള മഴയല്ല. ഇങ്ങനെ ചാറി അല്ലെങ്കിൽ പാറി നിങ്ങളവിടെ എന്താ പറയുക, അങ്ങനെയുള്ളൊരു മഴയില്ലേ, അങ്ങനത്തെയാണ് കേട്ടോ അവസ്ഥ. പക്ഷെ ചൂടൊന്നുമില്ല ആ മഴയുള്ളത് കാരണം. അങ്ങനെ ഞാൻ കുട്ടികൾക്ക് നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കി. ഇക്കാക്കും ഉമ്മാക്കും പിന്നെ വാപ്പാക്കൊന്നും നെയ്യ് പറ്റൂല. ഓൾക്ക് ഓയിൽ ഒഴിച്ചിട്ടേ പറ്റുള്ളൂ കേട്ടോ, നെയ്യ് പറ്റൂല. അപ്പോൾ നമ്മുടെ മൺചട്ടിയിൽ മീൻകറി ഉണ്ടായിരുന്നു, അതിനൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചു. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ മീൻകറിയും ദോശ എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ അത് കഴിച്ചില്ല. ഞാൻ 2 എഗ് വൈറ്റ് മാത്രമേ കഴിച്ചത് കേട്ടോ. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓട്സിൻ്റെ സ്മൂത്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. ഒരുപാട് ടൈമായപ്പോൾ ഞാൻ പിന്നെ ഇനി വേണ്ട, ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ആയിട്ട് ഫുഡ് അടിക്കാനുള്ളതല്ലേ എന്നുള്ളൊരു റീസൺ കാരണം ഞാൻ പിന്നെ എനിക്ക് ഉണ്ടാക്കാനൊന്നും നിന്നില്ല കേട്ടോ. ചെറിയൊരു മടി വന്നു. അങ്ങനെ ഇതാ പിള്ളേർക്കുള്ള എഗ്ഗൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. ഇന്ന് ഓരോ എഗ്ഗേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ റിഹാൻക്ക് 2 വേണം, അപ്പോൾ പിന്നെ അയാൻക്കും വേണം. അതാണ് അവസ്ഥ. അങ്ങനെ ഇതാ ഓരോരുത്തർക്കുള്ള റോസ്റ്റ് ഞാൻ ചുട്ട് കൊണ്ടു കൊടുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്
ഞാൻ ഈ വ്ളോഗ് ഇട്ടത് എന്തായാലും. അപ്പോൾ ഇതാ ഉപ്പാക്കും റോസ്റ്റ് കൊണ്ടു കൊടുത്തു. നല്ല ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റാണ്. അതിൻ്റെ കൂടെ ചട്നിയും മുളക് ചട്നി മീൻകറി എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ചുറ്റുമുള്ളതൊന്നും കാണൂല എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷെ എന്താണ്, കൊതിച്ചിങ്ങനെ ഇരിക്കുക. പലപ്പോഴും എനിക്ക് തോന്നും ഇങ്ങനെ പട്ടിണി കിടന്നിട്ടും ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തിട്ടും ജീവിച്ചിട്ട് എന്താ കിട്ടുന്നത് എന്ന് വരെ തോന്നും. പക്ഷെ തടി കൂടുമ്പം അയ്യോ വേണ്ട എന്നുള്ളൊരു ഇതും കൂടെ തോന്നും കേട്ടോ. നമുക്ക് ഫുഡിനെക്കാട്ടിലും ഹെൽത്ത് തന്നെയല്ലേ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കിടക്കും കാറ്റ് വരുന്നു, അത്രയും കാറ്റുണ്ട് കേട്ടോ നമ്മുടെ ഏരിയയിൽ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഏതോ ഒരു കുട്ടി വ്ളോഗ് ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴം ഭയങ്കരമായിട്ട് കേട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ റോബസ്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ടാണ് കേട് വരുന്നത്. ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ കുറച്ച് ദിവസം, ഒരു 2-3 ദിവസം കേട് വരാണ്ടിരിക്കും. തൊലി കൂടുതൽ ദിവസമായി കഴിഞ്ഞാൽ തൊലി കറുക്കും കേട്ടോ. പക്ഷേ നമ്മൾ പുറത്ത് വെക്കുമ്പോൾ പൂപ്പൽ വരികയാണ്. പൂപ്പൽ കാണുമ്പോൾ നമുക്ക് പിന്നെ അത് കഴിക്കാൻ തോന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഇന്ന് ചെയ്തൊരു ട്രിക്കാണത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടെ ഷെയർ ആക്കിയെന്ന് മാത്രം. മനസ്സിലായോ? അതായത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്ന് വിചാരിച്ച് അതിൻ്റെ ഉൾഭാഗം കാണുന്ന വിധത്തിലുള്ള കട്ടിങ് അല്ല കേട്ടോ. ആ ഒരു ചീർപ്പിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ചിട്ട് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. ഏറ്റവും താഴെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ച് മുന്നേ പുറത്ത് വയ്ക്കുക, കഴിക്കുക. അങ്ങനെ ചെയ്താൽ മതിയേ. അപ്പോൾ എന്തായാലും ഇതാ, നിങ്ങൾക്ക് ഇനി വേറെ വല്ല ടിപ്സ് അറിയുമെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. ഇനിയിപ്പോൾ കുറേ പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ട്. അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. ഒരുപാട് പാത്രങ്ങളുള്ള ദിവസമാണ് ഈ സൺഡേ എന്ന് പറയുന്നത് അല്ലേ. ഉച്ചയ്ക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ കുറേ പാത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒക്കെ അവിടെ കൂട്ടിയിട്ടേക്കുമായിരുന്നു കേട്ടോ, ചായ കുടിച്ചിട്ട് സമാധാനത്തോടെ കഴുകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ ശരിക്കും പറഞ്ഞാൽ 9:50, 10 മണിയാകുമ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ലഞ്ചിന് അങ്ങനെ നിന്നതാണെങ്കിൽ നമുക്കിന്ന് ഒരുപാട് സമയമൊന്നും നിൽക്കില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ 1 മണിക്കൂർ അങ്ങ് സ്പെൻഡായി പോയിട്ടോ. കസിനെ വിളിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് 1 മണിക്കൂർ പോയ വഴി അറിഞ്ഞില്ല. പിന്നെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 11 മണിക്കാണ് കേട്ടോ നിന്നത്. 11 മണിക്ക് നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, സ്പെഷ്യലായിട്ട് നമുക്ക് ഇന്ന് അധികം ഒന്നും വേണ്ട. ആ ഒരു ചിക്കൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതിൻ്റെ പാതി മസാല കൂട്ടിയാണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് ഫിനിഷാക്കുന്ന വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സുർക്ക ഇന്നലെ അയൻകുട്ടി മസാല കൂട്ടി വെച്ച് നമ്മുടെ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ട്. ഞാൻ ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞു അല്ലേ ഇന്നലെ. ഞാൻ ഉദ്ദേശിച്ചത് ചിക്കൻ ഫ്രൈ എന്നാണ് കേട്ടോ. ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേറെ ഡിഷാണല്ലോ. അങ്ങനെ ഏറെക്കുറെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച ശേഷം നമ്മൾ വീട്ടിലോട്ടൊന്ന് വിളിക്കണം വിചാരിച്ചു. പക്ഷേ ഇന്ന് ഭയങ്കര ബിസി ഡേ ആയതുകൊണ്ട് ഞാൻ ഈവനിങ് എന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം സൺഡേ പിന്നെ ഉമ്മ ഇങ്ങോട്ട് വിളിക്കൂല്ല, അല്ലെങ്കിൽ എൻ്റെ വിളി കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും. സൺഡേ ഉമ്മക്ക് അറിയാം എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല എന്നുള്ളത്. ഇപ്പം പിന്നെ ഒട്ടും സമയമില്ല എന്നുള്ളത് ആൾക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ വിളി കണ്ടിട്ടില്ലെങ്കിലും വിളിക്കാറൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ നീ ഫുള്ള് ബിസി അല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് എന്ന് പറയട്ടോ. പിന്നെ പതിവ് പോലെ നമ്മുടെ ഇതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഉമ്മാക്ക് എങ്ങനെയുണ്ട്, കുറവുണ്ടോ, എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട്. കുറവ് ഉണ്ടാവുക മീൻസ് അതിനൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് തന്നെയല്ലേ ഇത് കുറയുള്ളൂ. പിന്നെ വിരലിങ്ങ് ഇളക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇളക്കാണ്ടിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിരലുകളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇന്നലെ നമ്മുടെ ഇതിൽ നെഗറ്റീവ് ഇട്ട ആളുണ്ടല്ലോ, ഇന്നും വേറെ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അയാളിനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിട്ടു. കാരണം എന്തെന്ന് അറിയാം, നമ്മുടെ വ്ളോഗ് ഇരുന്ന് ഫുള്ള് കാണുകയും ചെയ്യും, എന്നിട്ടിരുന്ന് കുറ്റം പറയുകയും ചെയ്യും കേട്ടോ. മാന്യമായിട്ട് ഉള്ള ഡ്രസ്സിങ്ങിലാണ് ഞാൻ എൻ്റെ വ്ളോഗ് ചെയ്യാറ്. ഒരു വൃത്തികേടും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ അതോടുകൂടി ഇത് നിർത്തും, അത് ഉറപ്പാണ്. പക്ഷേ ഇന്നേ വരെ എനിക്കത് തോന്നിയിട്ടില്ല. പക്ഷേ ഇയാൾ ഞാൻ ലൈവിൽ വരുന്നതിനും ഞാൻ കുട്ടികളെ വെച്ച് റേറ്റിംഗ് ഉണ്ടാക്കുന്നു, എന്ത് റേറ്റിംഗ്, എൻ്റെ വ്ളോഗിൽ അത്രയും വ്യൂ ഉണ്ടെങ്കിൽ ശരി, ഇയാൾ പറയണേ ഞങ്ങൾക്ക് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. ഇതെന്തൊക്കെയോ മനസ്സിന് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരാളെ, ഇന്നേ വരെ അങ്ങനെ അറിയാത്ത ഒരാളെ ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട്
എന്ത് കിട്ടാനാണ്, എനിക്കത് മനസ്സിലാവുന്നില്ല. ചില ആൾക്കാർക്ക് അതൊരു സ്വഭാവമാണ് അല്ലേ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നമുക്കറിയാം. വെറുതെ വിഷമിപ്പിക്കുക, അവർക്കൊരു സുഖം, അവർക്കൊരു മനസുഖം. അങ്ങനെ എനിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമല്ല. ഞാൻ ഉണ്ടല്ലോ, പൊതുവേ ഞാൻ ആരുടെ ലൈഫിലും അങ്ങോട്ട് കയറി ഇടപെടാത്ത ഒരാളാണ് കേട്ടോ. അതായത് ഒരാളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച്, ഒരാളുടെ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീ അത് ഇടാൻ പാടില്ല, ഇങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. പക്ഷെ എനിക്ക് ധാരാളം അത് കേൾക്കുന്നുണ്ട്. അതെന്തുവാ, അതെനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. കുറേ കേൾക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേൾക്കാണ്ട പറഞ്ഞതും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അങ്ങനെ പലതും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു സ്പെഷ്യൽ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ വറയിലാണ് കേട്ടോ. പിന്നെ എനിക്കത് ഉണ്ടാക്കാൻ പറ്റിയില്ല, ഫിനിഷ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഞാൻ വേറെ വ്ളോഗിൽ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. ഞാൻ ഇന്നും തക്കാളി ഇട്ടിട്ടുള്ള നമ്മുടെ നാടൻ നെയ്ച്ചോറ് തന്നെ ഉണ്ടാക്കുന്നത്. ഒരുപാട് റെസിപ്പി ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്, ഇനി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളുള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ ഞാൻ അവിടെ അരിഞ്ഞു കൂട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ കറിക്കും വേണം, അതേപോലെ നെയ്ച്ചോറിനും വേണം. അപ്പോൾ നെയ്ച്ചോറിന് ചിക്കൻ കറിക്ക് നമുക്ക് ധാരാളം വലിയുള്ളി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് നമ്മുടെ സ്ലൈസറിൽ തന്നെ ആക്കിയിട്ടെടുത്തു. ഇപ്പോഴും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നവരുണ്ട്. പ്രീതിയുടെ സോഡിയാക്കാണ്, ഫുഡ് പ്രോസസ്സറാണ്, അതിലുള്ള ഒരു ജാറാണ്, 5 എണ്ണ ഉണ്ടാവും, അതിൽ ഒരെണ്ണമാണ് ഇത്. പല രീതിയിൽ നമുക്കിതിൽ ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നെയ്ച്ചോറിൻ്റെ മസാല റെഡിയായപ്പം ഞാൻ ഇതാ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങയുടെ ഈ നീരും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അരി പൊട്ടൂല, വേറെ വേറെ ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ അടച്ച് വെക്കുന്നുണ്ട്, വെള്ളമൊക്കെ തിളച്ച് വരട്ടെ. ഇപ്പുറത്ത് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം ഒക്കെ ഇട്ട് കൊടുക്കാം. ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതിന് പ്രത്യേക ഒരു ഫ്ലേവറാണ്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ഹെൽത്തി നോക്കുന്ന ആൾക്കാരല്ലേ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് കിട്ടാൻ. അപ്പോൾ 2-3 പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട്. അപ്പോൾ ഇതാ വേഗം വേഗം ഒന്ന് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ അരിയൊക്കെ കഴുകി വാരി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ ജീരകശാലയുടെ അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴുകി വാരി വെള്ളമൊന്നും ഇല്ലാണ്ട് കൊണ്ടുവന്ന് അതിലോട്ട് അങ്ങ് തട്ടിക്കൊടുത്തിട്ട് ഇനി നമുക്കതങ്ങ് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളുടെ ബാഗും ബുക്കും ഇങ്ങനത്തെയൊക്കെ വെക്കുന്ന ആ സൈഡിലുണ്ടായിരുന്ന ടേബിളില്ലേ, അതിന് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇവിടെ വെച്ചേക്കുന്നത്. ബാഗൊക്കെ അതാ സ്റ്റെയർ കേസിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ആയപ്പോൾ ഞാൻ അതിലോട്ട് മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സാധാരണ മസാലയില്ലേ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, ഇങ്ങനത്തെയൊക്കെ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പൊടികളൊക്കെ പൊടിച്ചെടുത്തൂടെയെന്ന്. എന്നെക്കൊണ്ട് നടക്കൂല കേട്ടോ അതൊന്നും. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാണുന്നവർ ഇതൊക്കെ പൊടിക്കാൻ എന്തിപ്പോൾ പ്രയാസം എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മളിവിടെ ഒന്നാമത് പൊടിപ്പിച്ച് കൊണ്ടുവരാനൊന്നും ആരുമില്ല. മക്കളൊക്കെ പോയിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ഉമ്മ പണ്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിന് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര. അന്ന് പിന്നെ ഇവിടെ ഒരു താത്ത വരുമായിരുന്നു എല്ലാ വീക്കിലും. അപ്പോൾ അവർ ചെയ്തു കൊടുക്കുമായിരുന്നു അത്ര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലുമൊക്കെ പൊടിക്കാനുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഉണക്കി അങ്ങനത്തെയൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു പറഞ്ഞു. പിന്നെ പാപ്പ പോയിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അന്നൊക്കെ കഞ്ചിക്കോട് പോയിട്ടാണ് ഇത്ര പൊടിച്ച് കൊണ്ടുവന്നിരുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റൂല, അതാണ്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. ഓക്കെ, മാക്സിമം നല്ല ബ്രാൻഡ് നോക്കി എടുക്കുക, അതേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ ഇതാ ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ചിക്കൻ കറിക്കുള്ള സംഭവങ്ങളൊക്കെ അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സുറുക്ക ഉണ്ടാക്കണം. നമ്മുടെ മലപ്പുറം സ്റ്റൈല് സുറുക്കയില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത്. ഞാൻ പിന്നെ സുറുക്ക ഉണ്ടാക്കുമ്പോൾ ഫുൾ വിനീഗർ ഒഴിക്കൂല. നിങ്ങൾ അങ്ങനെയാണോ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, പാതി വെള്ളം ഒഴിച്ചു കൊടുത്താൽ പാതി സുർക്കയാണ് കേട്ടോ ഞാൻ എടുക്കുക. സുർക്ക മീൻസ് വിനീഗർ. പിന്നെ പച്ചമുളക് ഞാൻ ധാരാളം ഇട്ട് കൊടുക്കും, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ.
അങ്ങനെ നമ്മൾ സുർക്കയൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലോട്ട് ഇടാനുള്ള മുളകാണ്. ഇതിൻ്റെ പകുതി എടുക്കുള്ളൂ കേട്ടോ, ഫുള്ളൊന്നും എടുക്കില്ല. ഞാൻ ഓർമ്മയില്ലാണ്ട് കൂടുതൽ കൊണ്ടുവന്ന് വെച്ചു. ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ കറി ഒന്ന് ഇളക്കിയിട്ട് അതിലോട്ട് 2-3 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കിട്ടുക. പക്ഷെ എന്തൊക്കെയാണെങ്കിലും എനിക്ക് നമ്മുടെ ആ കുഞ്ഞു പച്ചക്കാന്താരിയില്ലേ, അതാണ് കേട്ടോ ഇഷ്ടം. വെള്ളക്കാന്താരിനെക്കാട്ടിലും അതിൻ്റെ ഒരു മണവും ഗുണവും വേറെ തന്നെയാണ് അല്ലേ. പണ്ട് എൻ്റെ വീട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ പച്ചക്കാന്താരി പല ഷേപ്പിലുണ്ടായിരുന്നു. ഉമ്മ കുറേ വളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ പോയി. ഒരുപാട് ഉണ്ടാക്കുമ്പോൾ ഈ വിനീഗറിൽ ഇട്ടിട്ട് വെക്കുമായിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അതൊന്നുമില്ല. അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മളെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. ചിക്കൻ ഫ്രൈ എന്താണെങ്കിലും വെളിച്ചെണ്ണ മസ്റ്റാണ്. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ നല്ല ഇക്കാൻ്റെ ഫേവറേറ്റ് അങ്ങനെയാണ്. അങ്ങനെ ഇതാ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെയും കുറേ അധികം പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചു. ആവണ കഴുകി വെക്കുമായിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. പിന്നെ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ട് വേഗം പോയി തുടച്ചെടുത്തിട്ട് വന്നു. ഈ ഒരു സംഭവമല്ലേ, അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ പോലെ ഉണ്ടാവും. തുടയ്ക്കാൻ ആകെ ഒരു 10-20 മിനിറ്റ് മതി. അങ്ങനത്തെ 10-20 മിനിറ്റ് വേണ്ട, അത്രയും സ്പേസ് ഒന്നുമില്ലല്ലോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ വേഗം അതിനെ ഉള്ള ഭാഗത്ത് വേഗം ഒന്ന് തുടച്ചെടുത്തു. പിന്നെ സൺഡേ അല്ലേ, ആരെങ്കിലും വന്നാലോ എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വരുമ്പോൾ ആ ഒരു നീറ്റിൽ കിടക്കണമല്ലോ. അങ്ങനെ ഇതാ ഞാൻ വേഗം തുടച്ചെടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ ഫ്രൈ എന്തായി എന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫുള്ളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ആ പച്ചമുളകൊക്കെ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കണം. ഒന്ന് കീറിയിട്ടാണ് കേട്ടോ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും കീറിയിട്ട് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കട്ടോ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ. അത് മറക്കരുത്. നമ്മുടെ അയൻകുട്ടിയുടെ കുക്കിംഗ് പലർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇവിടെ കാസറോളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയ ശേഷമാണ് ഞാൻ പോയത്. പക്ഷേ പോയി വരുമ്പോഴത്തേക്കും നെയ്ച്ചോറ് ഇച്ചിരി ചൂടാറിയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറൊക്കെ ശരിക്കും പറഞ്ഞാൽ നെയ്ച്ചോറും ബിരിയാണി ആണെങ്കിലും ആവി പറക്കണത് കഴിക്കണം അല്ലേ. ഈ ഒരു ഡ്രസ്സിൽ ഞാൻ പൊതുവേ തടിച്ചാണ്, നിങ്ങൾക്കറിയാലോ. ഓക്കെ, അങ്ങനെ എന്നാലും എനിക്ക് ഈ ഡ്രസ്സും ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാസറോളിൽ നെയ്ച്ചോറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറി എടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ ആണ് കേട്ടോ. ചിക്കൻ കറിയിൽ ഇച്ചിരി ഉപ്പ് കമ്മിയുള്ള പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ട്. നമ്മുടെ സൗണ്ട് ഇന്ന് കുറവാണോ? നല്ല ക്ഷീണിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ഫ്രൈ ആണെങ്കിലും ഇക്കാക്ക് നാരങ്ങ നിർബന്ധമാണ്. അപ്പോൾ നാരങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ കൊണ്ടുവന്ന് വെക്കണം. പിന്നെന്താ, എല്ലാവരും കൂടെ കഴിക്കണം, അത്ര തന്നെ. അങ്ങനെ കുട്ടിക്ക് ഭയങ്കര പൊളിവായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു. പണ്ട് നമ്മളും അങ്ങനെ തന്നെയല്ലേ അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പറഞ്ഞ് ആ ചെയ്തതിന് ഫലം ഇല്ലാണ്ടായി പോവും. അങ്ങനെയല്ലേ, ഞാനിവിടെ അങ്ങനെ ചെയ്തു എന്നുള്ള ഒരു രീതിയല്ലേ ഉണ്ടാവുക. ഞാൻ നെയ്ച്ചോറൊക്കെ ഒന്ന് വിളമ്പിയെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ വ്ളോഗിൽ പറയുമ്പോൾ തന്നെ ഞാൻ ചെയ്തതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ ചെയ്തത് ഒന്നും ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടോ? എനിക്കൊരു ഡൗട്ട്. പിന്നെ കമൻറ്റ് വായിക്കാണ്ടാവുമ്പോൾ കമൻറ്റ് വായിക്കുമ്പോഴാണ് ഇത്ര കാണാൻ ഇൻട്രസ്റ്റ്. അയ്യോ, അങ്ങനെ പറയല്ലേ മുത്തേ, പ്ലീസ് എന്തായാലും കാണണം കേട്ടോ. അങ്ങനെ ഇക്കാക്ക് കോൾ വന്നു. ഞാൻ കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഇക്കാക്ക് കോൾ വന്നു. റിഹാൻഡി ആൻറ്റിയും ഒരു കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് റൈസ് വേണം പറഞ്ഞിട്ട് 2 പേർക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊന്ന് ഒരുങ്ങി വന്ന് കഴിക്കാനാകുമ്പോഴത്തേന് അവരുടെ രണ്ടാമത്തതും കഴിഞ്ഞിട്ട് അവർ ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് അല്ലേ അങ്ങനെ കഴിക്കുന്നത് 2 പേരും. വിശന്നിട്ടാണ് കേട്ടോ ഒന്നാമത്. സമയം പക്ഷെ 1:40 തന്നെ ആയിട്ടുള്ളൂ. നമ്മുടെ എപ്പോഴും സൺഡേ കഴിക്കുന്ന സമയത്തിനേക്കാളും നേരത്തെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഭയങ്കര സ്പെഷ്യലൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ഇരുന്നു കഴിക്കാൻ. ഇക്കാക്ക് ഒരു കോള് വന്നിട്ട് അത് 2-3 പ്രാവശ്യമൊക്കെ വിളിക്കാൻ കണ്ടിട്ട് പോയതാണ് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും ചീറ്റ് ഡേ എടുത്തു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കും എല്ലാവർക്കും ഒരു പൂതി.
ഐസ്ക്രീം കഴിക്കണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ അയാനും റിഹാനും രണ്ടുപേരും കൂടെ പോയി ഐസ്ക്രീമൊക്കെ മേടിക്കാൻ അവർ രണ്ടുപേരും കൂടെ തന്നെ പോയത്. അവർക്ക് ഇഷ്ടമുള്ള മേടിക്കട്ടെ, നമുക്ക് പിന്നെ ചോക്കോബാർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും ഉപ്പാക്കും നോർമൽ ചോക്കോബാർ, അവർ ചോക്ലേറ്റിൻ്റെ ചോക്കോബാർ. ഇക്ക പിന്നെ ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല, ചിക്കുൻ്റെ ഐസ്ക്രീം മതി പറഞ്ഞിട്ട് അതാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും പാത്രങ്ങൾ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഐസ്ക്രീം കഴിക്കാമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പെട്ടെന്ന് പാത്രങ്ങൾ കഴുകണേ. എനിക്ക് ഈ ഒരു വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സ്വീറ്റ് ഇരുന്ന് കഴിക്കുമ്പോഴാണ് കൂടുതൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് ഇവിടെ ഇട്ടിട്ട് പോയിട്ട് സ്വീറ്റ് ഇരുന്ന് കഴിച്ചാൽ എനിക്ക് കഴിക്കാത്ത ഫീൽ ആയിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ ആയിപ്പോയി. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ അവരൊക്കെ ചോക്കോബാർ കഴിക്കുകയാണ്. ഇക്കാക്ക് ഞാനിതാ നമ്മുടെ ചിക്കു എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. ചിക്കു എടുക്കുമ്പോൾ ഞാൻ ചെറിയൊരു പീസ് ടേസ്റ്റ് നോക്കിയിരുന്നു. ടേസ്റ്റ് നോക്കണമല്ലോ, അപ്പോഴല്ലേ അതിൻ്റെ ഒരു എന്താണ് എന്നുള്ളത് അറിയുള്ളൂ. അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് പിള്ളേർ ഇരുന്ന് ടി വി കാണുന്നു. ഞാൻ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വന്ന് ഈവനിങ് ആണ് കേട്ടോ. വേഗം വന്ന് വാതിലൊക്കെ തുറന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈവനിങ് കുറച്ചധികം പണികളുണ്ട്. ഒരുപാട് തുണികൾ മടക്കാനുണ്ട്. ഒരു 3 വാഷ്. ഇന്ന് ഞാൻ വാഷ് ചെയ്തില്ല, കാരണം ഇന്നലെ നമ്മൾ 3 വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഒരു വാഷിങ്ങിനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ രാവിലെ നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് വാഷ് ചെയ്തില്ല കേട്ടോ. ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് വാഷിങ്ങിനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോഴാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അങ്ങനെ അയാൻക്കുള്ള ബൂസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചായ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പാലിൽ ചൂടാക്കിയിട്ട് അത് ബൂസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളിൽ ചായ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ റെഡി. ഇൻസ്റ്റയിൽ നമ്മുടെ ചായ കുടിക്കാൻ ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാ നമ്മുടെ ചായ കുടിക്കാൻ ഒത്തിരി പേർക്കുണ്ട്. ഞാനൊരു ചായക്കട തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും റിഹാനിക്കുള്ള ചായ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ ചായ ഒരു 2 സിപ്പ് കുടിച്ചു, അതിൻ്റെ അപ്പുറം കുടിച്ചില്ല. പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ, ചായ വെച്ച പാത്രങ്ങളില്ലേ, അതൊക്കെ കഴുകാനുണ്ട് അല്ലേ. ഈ കുക്ക് ചെയ്യലല്ല വലിയ ടാസ്ക് അല്ലേ, ഈ 3-4 നേരം ഈ പാത്രം കഴുകലാണ് വലിയ ടാസ്ക്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പാത്രം കഴുകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ തുണികളൊക്കെ പോയി എടുക്കണം. തുണികൾ പോയി എടുക്കണമെങ്കിൽ തന്നെ ഭയങ്കര നെന്നിലിങ്ങനെ പടപടാ ഇടിക്കും, നായ്ക്കളുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ പോയി അവിടെ നിന്ന് മൈൻഡ് ചെയ്യാണ്ട് തുണികളൊക്കെ പോയി എടുത്തു. നമ്മുടെ ബാത്റൂമിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഇതുള്ളത്. ഈ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഞാൻ മാക്സിമം തുണികൾ ഇതാ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് തുണികളുണ്ട് എന്ന് പറഞ്ഞാലും പോരെ, ഒരുപാട് തുണികളുണ്ട്. അപ്പോൾ എനിക്ക് സമയം ഉണ്ടാകുമ്പോൾ ഞാൻ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് സമയമുള്ളപ്പോഴാണ് ഞാൻ മടക്കം ചെയ്യുന്നത് കേട്ടോ. ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുപോയി ഇടും. അങ്ങനെ ഹാളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും വന്ന് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ റൂമിൽ കട്ടിൽ കൊണ്ടുപോയി ഇടാറാണ്. പിന്നെ എനിക്ക് സമയം ഉണ്ടാകുമ്പോൾ ഞാൻ മടക്കി വയ്ക്കും. പിന്നെ അടിച്ചു വാരലുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അയൻകുട്ടിൻ്റെ കൂടെ ഇരുന്ന് കുറച്ചു നേരം പഠിപ്പിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടിരുന്നു. അങ്ങനെ ഇതൊക്കെ ഒന്ന് മടക്കിയിട്ട് എടുക്കും, കാരണം നമുക്ക് കൂട്ടിയിടാൻ പറ്റില്ല. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഹെവി ആവും. ഇപ്പം തന്നെ ഹെവി ആണ് കേട്ടോ. 3 വാഷിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ എന്താ പറയുക, മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരിക്കും കേട്ടോ എൻ്റെ അവസ്ഥ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ ഈ വ്ളോഗ് അത്യാവശ്യം വലിയ വ്ളോഗ് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഫുൾ കാണാതെ ഇരിക്കരുത്. നമ്മുടെ വ്ളോഗിന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ കാണാം. എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.